വനിതകളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയൊക്കെ നല്ല പ്രാതിനിധ്യം ഉണ്ടാവും. CPM ഏതെങ്കിലും വനിതാ ജില്ലാ സെക്രട്ടറി ഉണ്ടോ? അല്ല, ആരാ അത് നിങ്ങൾ അന്വേഷിക്കില്ലല്ലോ. ഉണ്ടാ? അല്ലല്ലേ, കേരളം ഭരിക്കുന്ന CPM അല്ലേ? ഒരു ജില്ലാ സെക്രട്ടറിയെ വനിതയാക്കോ? അല്ല, BJP വെക്കുന്നത്, ഞാൻ പറഞ്ഞു വെക്കുന്നല്ല. BJPക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആരും CPM ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞു, മിക്കവാറും ജില്ലാ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചു. ഞാൻ തിരികെ എത്തിച്ച് നോക്കിയിട്ട് എവിടെയും കണ്ടിട്ടില്ല. ഏതോ ഒരു ഇടുക്കിയിലൊരു ഏരിയ സെക്രട്ടറിയുടെ പോയി, അതും മണിയുടെ മോള്. എന്തൊരു പാർട്ടിയാണ്! അതെ, 2 എണ്ണല്ലേ ഉള്ളൂ. ഞങ്ങൾ 32 മഹിളാ മണ്ഡലം പ്രസിഡന്റുമാർ വന്നു. അറിയോ നിങ്ങൾക്ക്? 32, അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും. 32 മഹിളാ മണ്ഡലം അധ്യക്ഷന്മാർ വന്നു. CPMന് 2 ഏരിയ സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടറി 0. അല്ല, അത് തീരുമാനിക്കേണ്ടവർ അത് തീരുമാനിക്കും. ഇല്ലപ്പാ, ഇപ്പം നീണ്ടുപോയോ എന്തെങ്കിലും? അല്ല, ഇതുവരെ പോയ മണ്ഡലം പ്രസിഡന്റുമാരെ നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ഇതൊക്കെ നീണ്ടു. ഞങ്ങളൊക്കെ കറക്റ്റ് ടൈമിലാണ് നടക്കുന്നത്. എന്തിന് കോൺഫിഡൻസ് കുറവ്? ഇതിൻ്റെ അധികാരം തലക്ക് മത്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാരാണോ BJPയിലുള്ളത്? അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്കൊരാശങ്കയും വേണ്ട. കൃത്യമായ സമയത്ത് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. ഒരു അധ്യക്ഷ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പുകളില്ല. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുമില്ല, ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്കുമില്ല. അതെല്ലാം ഒരു സമവായത്തിൻ്റെ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന. ഉണ്ടോ സ്ഥലം? അല്ലേ, എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളെങ്ങനെ പറയുന്നത്? എന്തിന്? ഞാൻ അറിഞ്ഞില്ല. ഏതൊക്കെ ഘടകകക്ഷികളാ? അതെങ്ങനെ BDJ? അല്ലാതെ ആരൊക്കെയാണെന്ന് പറയൂ. അല്ല, അവരാരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അവരുടെ ആവശ്യങ്ങളോ ഈ യോഗം ചേർന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പത്രവാർത്ത കണ്ടിട്ട് നമുക്കിപ്പോൾ കാര്യങ്ങൾ 2 ആഴ്ച മുമ്പല്ലേ നടന്നത് NDAയുടെ യോഗം? 3 ആഴ്ച മുമ്പ്. ആ, വെരി ഗുഡ്, നല്ല കാര്യം. അങ്ങനെയാണോ പറഞ്ഞത്? അറിയില്ല, ദേശീയ നേതൃത്വത്തെ അവർ സമീപിക്കട്ടെ, കുഴപ്പമില്ല. ആ, വെരി ഗുഡ്, നല്ല കാര്യം. അല്ല, അതാദ്യം ഈ ആരിഫ് മുഹമ്മദ് ഖാൻജി വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഇത്ര പേരും മറന്നത് ഈ ക്യാമറയിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചില്ലേ ഫയലുകൾ പഴയത്? ആദ്യകാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനായി ചായ കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രി അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ എന്തോ കാണുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ആദ്യകാലത്ത് ആരിഫ് മുഹമ്മദ് ഖാൻജി വന്ന കാലത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഗവർണർമാരാരും ഇതിനെയൊന്നും വ്യക്തിനിഷ്ഠമായിട്ട് കാണുന്നവരല്ല. അവരവരുടെ ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ പ്രശ്നത്തിൽ വരുമ്പോഴാണ് നിലപാടെടുക്കുന്നത്. ചായ കുടിച്ചുകൊണ്ട് വൈസ് ചാൻസലർമാരെ തിരികെ കയറ്റാമെന്നൊന്നും ആരും വിചാരിക്കുന്നില്ലല്ലോ. അതിൻ്റെതായ മാർഗങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അറിയില്ല, അവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ജാവ്ദേക്കർജിയോടല്ലേ പറഞ്ഞിരിക്കും. ഞാൻ ജാവ്ദേക്കർജിയോട് സംസാരിക്കാം. അല്ല, അതാ ഞാൻ പറഞ്ഞതെന്ന്. അവർ ജാവ്ദേക്കർജിയോട് കാര്യങ്ങൾ ഏതാ അത്?
ഓരോ ആൾ പറയുന്നതിന് ഞാൻ മറുപടി പറയണ്ടല്ലോ.